ഗുരുവായൂരിലെ നിർമ്മാല്യ ദർശനം നടത്തിയാൽ സർവ്വപാപങ്ങളും നശിച്ചു പോകുമെന്നും തൃപ്പുക സമയത്ത് ദർശനം നടത്തിയാൽ മോക്ഷപ്രാപ്തി കൈവരുമെന്നും വിശ്വാസമുണ്ട്. അഭിമന്യുവിന്റെ പുത്രനായ പരീക്ഷിത് രാജാവ് സർപ്പദംശനമേറ്റ് മരണമടഞ്ഞു. പിതാവിനെ ദംശിച്ച തക്ഷകൻ എന്ന സർപ്പത്തോടുള്ള കോപം കാരണം പരീക്ഷിത്തിന്റെ പുത്രനായ ജനമേജയൻ സർപ്പസത്രം നടത്തി. അനേകായിരം സർപ്പങ്ങൾ യാഗാഗ്നിയിൽ പതിച്ച് ജീവൻ വെടിഞ്ഞു. തൽഫലമായി ജനമേജയൻ കുഷ്ഠരോഗബാധിതനായി. രോഗശാന്തിക്ക് ഗുരുവായൂരിൽ ഭജനമിരിക്കാൻ ദത്താത്രേയ മഹർഷി ഉപദേശിച്ചു. അതനുസരിച്ച് 4 മാസം ഗുരുവായൂരിൽ ഭജനമിരിക്കുകയും രോഗശാന്തി നേടുകയും ചെയ്തുവെന്നാണ് ഐതിഹ്യം. പാണ്ഡ്യരാജാവിന്റെ ജാതകം പരിശോധിച്ച ജ്യോതിഷി പണ്ഡിതൻ സർപ്പദംശനമേറ്റ് അധികം താമസിയാതെ രാജാവിന് മരണം സംഭവിക്കുമെന്ന് പ്രവചിച്ചു. ദുഃഖിതനായ രാജാവ് തീർത്ഥയാത്രക്കിടയിൽ ഗുരുവായൂരിലെത്തി വളരെ കാലം ഭജനമിരുന്നു. അങ്ങനെ പ്രവചന സമയം കടന്നുപോയി. ആപത്ത് കൂടാതെ രാജാവ് സ്വദേശത്ത് തിരിച്ചെത്തി. ജ്യോതിഷ പണ്ഡിതനെ കണ്ടു. പ്രവചനം തെറ്റില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞ ജ്യോതിഷ പണ്ഡിതൻ രാജാവിന്റെ കാലിൽ സർപ്പദംശനമേറ്റ അടയാളം കാണിച്ചു കൊടുത്തു. സർപ്പദംശനമേറ്റ സമയത്ത് രാജാവ് ഭഗവത് സന്നിധിയിലായതിനാൽ മരണത്തിൽ നിന്ന് മുക്തി നേടുകയാണുണ്ടായത്. പിന്നീട് പാണ്ഡ്യരാജാവ് ഭഗവത് സന്നിധി പുനർനിർമ്മിച്ചു നൽകിയെന്നും ഐതിഹ്യം. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് വാതരോഗത്തിൽ നിന്ന് മുക്തി നേടുന്നതിനായി ഗുരുവായൂരിൽ ഭജനമിരുന്ന് നാരായണീയ മഹദ്ഗ്രന്ഥം തയ്യാറാക്കി ഭഗവാന് സമർപ്പിച്ച് രോഗമുക്തി തേടിയെന്നും ഐതിഹ്യമുണ്ട്. ഹരേ കൃഷ്ണ.